ഹൈ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തഹിമിമ ആനം എഴുതിയ ഗാർമെൻറ്റ്സ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്. ഓക്കെ, നമ്മൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബംഗ്ലാദേശി ഗാർമെൻറ്റ് വർക്കേഴ്സായ മാല, ജസ്മിൻ, അതുപോലെ തന്നെ റൂബി എന്ന് പറയപ്പെടുന്ന 3 പെൺകുട്ടികളുടെ ലൈഫിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിളാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ബംഗ്ലാദേശിലെ ധക്കയിൽ ഉണ്ടായ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കിയിട്ട് എഴുതിയ ഒരു സ്റ്റോറിയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബംഗ്ലാദേശിലെ ധക്കയിലെ ഒരു ഗാർമെൻറ്റ് ഫാക്ടറിയുടെ ഇൻസൈഡാണ്. അവിടെ മാല, ജസ്മിൻ, അതുപോലെ തന്നെ റൂബി എന്ന 3 പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അവർ മണിക്കൂറുകളോളം ഇൻ്റർനാഷണൽ ബ്രാൻഡിന് വേണ്ടിയിട്ട് ക്ലോത്തുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഒരു ദിവസം കടന്നു പോകുന്നത് ഈ സൂയിങ് മെഷീൻ്റെ ഷാർപ്പായിട്ടുള്ള സൗണ്ട്, അതുപോലെ തന്നെ സൂപ്പർവൈസേഴ്സിൻ്റെ കമാൻഡ്സ്, അവർക്ക് മേലുള്ള പ്രഷേഴ്സ്, ഇമ്പോസിബിൾ ആയിട്ടുള്ള കോട്ടാസ് തുടങ്ങിയ കാര്യങ്ങളോട് കൂടിയാണ് അവിടെ ഓരോരോ ദിവസവും ഓരോരോ മൊമെൻറ്റും കടന്നു പോകുന്നത്. ഈ ഡിഫിക്കൽട്ട് കണ്ടീഷനിലാണ് ഈ 3 സ്ത്രീകൾ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ക്ലോസ് ബോണ്ട് ഫോം ചെയ്യുന്നത്. കാരണം അവർ സപ്പോർട്ട് എല്ലാ കാരണം ഇമോഷണലി ആയാലും ഫൈനാൻഷ്യലി ആയാലും പരസ്പരമുള്ള സപ്പോർട്ട്, ഷെയറിങ് ഫുഡ്, അഡ്വൈസ്, അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ, അങ്ങനെയായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള ഓരോരോ പെൺകുട്ടിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ബെറ്റർ ലൈഫാണ്, ഒരു ബെറ്റർ ഫ്യൂച്ചറാണ്. ഒരു ബെറ്റർ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ലവ് ഉണ്ട്, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, എസ്കേപ്പ് ഫ്രം ദ പോവർട്ടി ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് എല്ലാ പെൺകുട്ടികളും, അതുപോലെ തന്നെ ഈ 3 പേരും ഓരോരോ മൊമെൻറ്റും തള്ളി നീക്കുന്നത്. പിന്നെ അവരുടെ മുന്നിലുള്ള മറ്റൊരു ഭയം എന്താണെന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രൊഫഷനിലാണ് അവർ ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഇതുപോലുള്ള ഫാക്ടറീസ് ചില സമയങ്ങളിൽ അവർ കേൾക്കാം തീപിടുത്തം ഉണ്ടായി, പലരും മരണപ്പെട്ടു. സോ ഏതൊരു നിമിഷവും തങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാം, തങ്ങളുടെ ബിൽഡിങ്ങും കൊളാപ്സ് ആവാം എന്നുള്ള ഭയത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഒരു ബെറ്റർ ഫ്യൂച്ചർ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഈ 3 പെൺകുട്ടികളുടെ ഇടയിലേക്ക് ഒരു പുതുതായിട്ടൊരു ക്യാരക്ടർ വരുവാണ്. ദുലാൽ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡാണ് ആ ക്യാരക്ടർ. അതായത് ഫാക്ടറിയിലെ മറ്റുള്ള സൂപ്പർവൈസേഴ്സ് വർക്കേഴ്സിനെ വളരെ മോശമായ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ദുലാൽ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ വളരെ കൈൻഡും അണ്ടർസ്റ്റാൻഡിങ് എന്ന രീതിയിലാണ് മുന്നോട്ട് വരുന്നത്. അതായത് അവന് അവളുടെ സ്ട്രഗിൾസ് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു, അതുപോലെ തന്നെ സൊല്യൂഷൻസ് അവന് ഉണ്ടായിരുന്നു. സോ അവൻ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രപ്പോസൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ 3 പേരെയും വിവാഹം ചെയ്യാനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ ഈ സ്ട്രഗിൾ അവസാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യാം എന്നുള്ളൊരു ഒരു പിക്ചറാണ് അവൻ സ്വയം അവന് കൊടുക്കുന്നത്. എന്നാൽ ആദ്യം ഇത് കേട്ടപ്പോൾ ആ 3 സ്ത്രീകൾക്കും ഒരു ഷോക്കാണ് ഉണ്ടാകുന്നത്. അതായത് ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ഷോക്ക്. കാരണം വെച്ചാൽ അങ്ങനെ അറേഞ്ച്മെൻറ്റ് അവർ ഇതുവരെ കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദുലാൽ എന്ന് പറയുന്നത് തൻ്റെ എന്തുകൊണ്ടാണ് താൻ ഈ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് അതിൻ്റെ വ്യക്തമായ റീസണിങ് കൊടുക്കുന്നുണ്ട്. സോ അത് അവർക്കൊരു സെൻസിബിളായിട്ട് തോന്നുകയും ചെയ്യുന്നു. ഓക്കെ, അവൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെന്നെ വിവാഹം ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4 പേരും ഒരു മുറിയിലേക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി എത്രയാണോ അപ്പോൾ അത് നമുക്ക് 4 പേർക്കും അത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്ററായിട്ട് മാറ്റാൻ സാധിക്കും എന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, മല, ജസ്മിൻ, അതുപോലെ തന്നെ റൂബി, ഇവർ 3 പേരും ഈ പ്രപ്പോസലിനെ കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിൽ ഓരോരുത്തർക്കും അവരുടേതായ റീസണാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പം മലയെപ്പറ്റി നോക്കുവാണെങ്കിൽ അവളാണ് ഏറ്റവും മൂത്തത്. അവൾ ഓൾറെഡി തന്നെ ഒരു ലവ് അഫെയറിൽ പെട്ടിട്ട് ഒരു ഡിസപ്പോയിൻമെൻറ്റ് കിട്ടിയ ഒരു പെൺകുട്ടിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവൾക്കിതൊരു പ്രാക്ടിക്കൽ വേ ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് ഹി വിൽ ഇൻഷോ ഹർ സെക്യൂരിറ്റി. ഇനി രണ്ടാമത് ജസ്മീനെ നോക്കുവാണെങ്കിൽ അവൾ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ മാരേജ് ഒരിക്കലും തനിക്കൊരിക്കലും ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫർ ചിലപ്പോൾ തരണമെന്നില്ല. അങ്ങനെയാണ് അവൾ അതിന് സമ്മതിക്കുന്നത്. ആൻഡ് റൂബിയെ പറ്റി നോക്കുവാണെങ്കിൽ അവളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി. അവൾക്ക് എന്ത് ചെയ്യണം, എന്തൊരു തീരുമാനം എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ മുന്നോട്ട് വരുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഷി വോണ്ട് ബി അലോൺ എന്നുള്ളൊരു കാരണം കൊണ്ടാണ്. താൻ ഒറ്റപ്പെട്ട് പോകുമോ എന്നുള്ള ഭയം, അവരുടെ കൂടിയാണെങ്കിൽ താൻ അവരുടെ ഒരു പാർട്ടായി മാറുമല്ലോ എന്നുള്ള ഇതിലാണ് ആ പെൺകുട്ടി മുന്നോട്ട് വരുന്നത്. അങ്ങനെ അവസാനം അവർ ഡുവലിൻ്റെ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ അക്സെപ്റ്റൻസ് ഒരിക്കലും ഒരു ലവ് മൂലം ഉണ്ടാകുന്ന ഒരു അക്സെപ്റ്റൻസ് അല്ല. നേരെ മറിച്ചിട്ട് അവരുടെ ഒരു നെസസിറ്റി മൂലം ഉണ്ടാകുന്നതാണ്. അതായത് വേറൊരു ഹോപ്പില്ല അവർക്ക്. ഈ ഫാക്ടറിയിലെ നരക ജീവിതത്തിൽ നിന്നും അല്പം ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ
ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ ഒരു പ്രപ്പോസലിന് സമ്മതം മൂളുന്നത്. ഓക്കെ, അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഇനി വിവാഹത്തിന് ശേഷം എന്താണ്ടായെന്ന് നോക്കുവാണെങ്കിൽ, ആദ്യത്തെ കുറച്ച് കാലം നല്ല രീതിയിലായിരുന്നു മുന്നോട്ട് പോയത്. അതായത് അവരൊരു റെന്റഡ് ഹോം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറേഞ്ച്മെന്റ് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നതായിട്ടും കാണാം. എന്നാൽ പതിയെ പതിയെ അവർക്കിടയിലുള്ള സ്ട്രഗിൾസ് കൂടി വരുന്നതും ശ്രദ്ധേയമാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ദുലാലിന്റെ സാലറി എന്ന് പറയുന്നത് വളരെ വലിയ സാലറി ഒന്നുമല്ല. ഇവരിൽ നിന്ന് അല്പം ഒരു മെച്ചമുണ്ട് എന്ന് മാത്രം. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഫാക്ടറി വർക്ക് കണ്ടിന്യൂ ചെയ്തേ മതിയാവുള്ളൂ. ഇനി അവരുടെ ലൈഫിലേക്ക് വരുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയുകയാണെങ്കിൽ ജലസി ആൻഡ് കോമ്പറ്റീഷൻ അവരുടെ ലൈഫിൽ വരുന്നത്. അതായത് ദുലാലിനെ ഷെയർ ചെയ്യാൻ അവർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കൂടി അവരുടെ ഉള്ളിലുള്ള നാച്ചുറൽ ഡിസയേഴ്സ് അത് കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അതായത് ഒരു അറ്റൻഷൻ ആൻഡ് അഫെക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ, അതുപോലെ തന്നെ ഒരു വൈഫ് എന്ന രീതിയിൽ ഞാനാണ് ബെറ്റർ എന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കോണമിക്കൽ ഹാർഡ്ഷിപ്പ്. അതായത് അവർക്ക് ലൈഫിൽ അവർ ഉദ്ദേശിച്ച ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടിയില്ല. അപ്പോൾ അവർ തന്നെ ചോദിക്കുന്നുണ്ട്, ശരിക്ക് ഒരു ഇമ്പ്രൂവ്ഡ്, അതായത് ഈ ഒരു മാരേജ് തങ്ങളുടെ ഈ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തോ, ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്തോ എന്നുള്ള ക്വസ്റ്റ്യൻ അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഈ ദുലന്റെ റോളിനെ പറ്റി നോക്കുവാണെങ്കിൽ ആദ്യത്തെ കുറച്ച് കാലങ്ങളിൽ ദുലൽ ഒരു ബെനവലന്റ് ആയ പ്രൊട്ടക്ടർ ആയിട്ടൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് സമയം കഴിയുമ്പോൾ അയാളുടെ ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരറിയുന്ന കാര്യം എന്താ വെച്ചാൽ, തൊട്ടടുത്തുള്ള ഒരു ഫാക്ടറിയിൽ ആക്സിഡന്റ് ഉണ്ട്, ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടായെന്നുള്ള റൂമർ അവിടെ പരക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വ്യാധി കുറച്ചുകൂടി അധികമാവുന്നത്. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഫാക്ടറിയിൽ അപകടം ഉണ്ടായി, നെക്സ്റ്റ് ചിലപ്പോൾ നമ്മുടെ ഫാക്ടറി ആയിരിക്കാം. സോ അങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ഭാവി എന്താണ് എന്നവർ ചിന്തിക്കുന്നു. അവർ ചിന്തിച്ചത് ഈ മാരേജ് കൊണ്ട് അവർക്ക് അവരുടെ ലൈഫ് സേഫാണ്, സെക്യൂർഡ് ആണ്, ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടും എന്നൊക്കെയാണ്. എന്നാൽ ആക്ച്വലി നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടായത്. ലൈഫ് കൂടുതൽ സ്ട്രഗ്ഫുൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ബ്രേക്കിംഗ് പോയിന്റ് ആയിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ജുലൽ പറയുന്ന ഒരു കാര്യം, അതായത് ജുലൽ വേറൊരു വ്യക്തിയോട് പറയുന്ന കാര്യം ഈ പെൺകുട്ടികൾ കേൾക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജുലൽ നാലാമതൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു മൊമെന്റിലാണ് അവർ മനസ്സിലാക്കുന്നത് ഈ ജുലൽ എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരെ പോലെ തന്നെയാണ്. അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല. അതായത് അയാളുടെ സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നിലകൊള്ളുക, ഒന്ന് മടുക്കുമ്പോൾ മറ്റൊന്നിലേക്ക് മാറുക, അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഈ ഡുലൽ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യം അയാൾ ധരിച്ച ആ ഫേസ് മാസ്കിൽ ഇവർക്ക് ഈ പെൺകുട്ടികൾക്ക് അത് കാണാൻ സാധിച്ചിരുന്നില്ല. ഈ ബിട്രയൽ കൂടി തിരിച്ചറിഞ്ഞപ്പോൾ ആ പെൺകുട്ടികൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, നോ മാൻ നോ മാരേജ് വിൽ എവർ ട്രൂലി ഫ്രീ ദം ഫ്രം ദെയർ സ്ട്രഗിൾസ് എന്നാണ്. അതായത് ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കല്യാണമോ വിവാഹമോ തങ്ങളെ തങ്ങളുടെ സ്ട്രഗിളിൽ നിന്നും ഫ്രീ ആക്കി വിടുന്നില്ല. നേരെ മറിച്ചിട്ട് ദെയർ റിയൽ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ഈസ് ഈച്ച് അതർ, നോട്ട് ഡുലർ. നമ്മൾ 3 പേരുമാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അല്ലാതെ നാലാമതൊരു വ്യക്തിയല്ല. നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. ഇനി ഇതിന്റെ കൺക്ലൂഷൻ നോക്കുവാണെങ്കിൽ ഈ സ്റ്റോറി ഒരിക്കലും ഒരു ഡ്രമാറ്റിക് കൺഫ്രണ്ടേഷൻ, ഒരു ഗ്രാൻഡ് എസ്കേപ്പ് എന്ന രീതിയിലല്ല എൻഡ് ചെയ്യുന്നത്. സാധാരണഗതി നമ്മൾ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഒരു ഹാപ്പി എൻഡിങ്ങിൽ ഒരു പെട്ടെന്ന് ഉണ്ടാകുന്നൊരു ചേഞ്ച് കൊണ്ടുള്ള അത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നോർമൽ ലൈഫ് എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുപോലെയാണ്. ഓക്കെ, അവർ തീരുമാനിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില അൺസ്പോക്കൺ ഡിസിഷൻസ് അവർ എടുക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ജുലൈയിൽ നിന്നും ഇമോഷണലി വിഡ്രോ ചെയ്യുക എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ബോണ്ടിൽ, ഇവർ 3 പേരുള്ള ആ ബോണ്ടിൽ അതിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ള കാര്യമായിരുന്നു. അതായത് ദുലലിനേക്കാൾ ഇമ്പോർട്ടൻസ് നമുക്ക് 3 പേർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ള കാര്യം. നേരത്തെ ദുലൽ വന്നപ്പോൾ അവർക്കിടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് അവർക്ക് തന്നെ ഒരു അവരെങ്ങനെയാണ് മുന്നേ ഉണ്ടായിരുന്നത് അതുപോലെ ഒരു പരസ്പരം സഹായിച്ചിട്ടുള്ള ഒരു ജീവിതം അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ അവർ മോർണിംഗിൽ വർക്കിന് പോകുന്ന ഒരു പിക്ചറോട് കൂടിയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അതായത് സൈഡ് ബൈ സൈഡ് ആയിട്ട് ഫാക്ടറിയിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ ചില തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഒരു പിക്ചറോട് കൂടിയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ആ ഒരു പിക്ചർ ഒരിക്കലും ഇവരുടെ ലൈഫ് മുഴുവൻ സെറ്റായി, മുഴുവൻ ഹാപ്പി ആയി എന്നല്ല കാണിക്കുന്നത്. നേരെ മറിച്ചിട്ട് അവരുടെ ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. പക്ഷെ ഇൻ ദാറ്റ് മൊമെന്റ് ദേ വർ ഹാപ്പി. ഈ ഒരു നിമിഷം അവർ ഹാപ്പിയാണ്. അവരത് മാത്രമേ ഈ ഒരു മൊമെന്റിൽ ചിന്തിക്കുന്നുള്ളൂ. ഇത്രയും കാലം അവർ ചിന്തിച്ചത് നാളെക്കുറിച്ചുള്ള ഭീതി അവരിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ജീവിക്കാൻ അവർ മറന്നുപോയി. നേരെ മറിച്ച് ഈ ഒരു മൊമെന്റ് തൊട്ട് അവർ ചിന്തിക്കുന്നത് ഇന്നത്തെക്കുറിച്ചാണ്.
ഇന്നത്തെ സന്തോഷമാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ സന്തോഷത്തോടു കൂടി അല്പനേരം ജീവിക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളിതിൽ മേജർ തീംസ് നോക്കുകയാണെങ്കിൽ ദ ഇല്യൂഷൻ ഓഫ് എസ്കേപ്പ്, സോളിഡാരിറ്റി ഓർ റൊമാൻറ്റിക് ലവ്, പവർ ആൻഡ് ജെൻഡർ ഡൈനാമിക്സ് തുടങ്ങിയ തീംസ് നമുക്ക് കാണാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് സീ ദ വീഡിയോ. ബൈ.